എന്നത്തെയും പോലെ തന്നെ നമുക്ക് ഇന്നും നമ്മുടെ പൂക്കളെ വെച്ചിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം കുറേയൊക്കെ അൺഹെൽത്തി ആയിട്ടും കുറേയൊക്കെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഇതൊരു നല്ലൊരു ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് അതിന്. ഇതൊരു മില്യൺ ബെൽസ് ആണ് കേട്ടോ. ഒരു പിങ്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ്. അപ്പോൾ അത്യാവശ്യം ലീവ്സും കാര്യങ്ങളൊക്കെ അത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന 2 വിങ്കയെ ഇന്നലെ തന്നെ റീപോർട്ട് ചെയ്തായിരുന്നു. ഇത് നമ്മുടെ മിനിയേച്ചറാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് മിനിയേച്ചറൊക്കെ ഒരുപാട് നിറഞ്ഞു നിന്നൊരു സ്ഥലമാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ബർഗൻഡിയാണ് കേട്ടോ. പക്ഷേ ഇത് ഇപ്പോൾ പ്ലാന്റ്സ് ഇങ്ങനെ ശോഷിച്ച് നശിക്കാറായി നിൽക്കുകയാണ്. ഇത് 3 ഷെയ്ഡ്സ് ഏകദേശം ഈക്വൽ ആയിട്ടുള്ളൊരു 3 ഷെയ്ഡ്സ് ഉണ്ട്. ഇതിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഉള്ളുവശം നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് അതിനേക്കാളും കുറച്ചുകൂടി ഒരു ലൈറ്റർ ഷെയ്ഡ്, അങ്ങനെ 3 ചേഞ്ചസ് ഉണ്ട് കയ്യിൽ. ഒരു ലൈറ്റ് ബേബി പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ടാറ്റു വെറൈറ്റീസ് ആണ്. ഓറഞ്ച്, ഇത് നോർമൽ വൈറ്റ് വെറൈറ്റിയാണ്. ഒരു ടാറ്റുവിൻ്റെ 3 പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ആദ്യമൊന്നും നമ്മളിങ്ങനെ നോക്കി നടന്നിട്ട് കിട്ടാതായപ്പോൾ 3 പ്ലാന്റ്സിനെ ഒരുമിച്ച് വാങ്ങിയതാണ്. പിന്നെ ഇതൊരു ലാവണ്ടർ കളറാണ് കേട്ടോ. അത്യാവശ്യം 3 പ്ലാന്റ് ഉണ്ടായിരുന്നു, ഒരു പ്ലാന്റ് ഇല്ലാണ്ടായി പോയി കേട്ടോ. പിന്നെ ഒരു റെഡിൽ ഒരു ലൈറ്റ് യെല്ലോ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ താഴെ ബാൽക്കണിയിലിരിക്കുന്ന വിങ്കയുടെ സെക്ഷൻ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ കഴിഞ്ഞ ദിവസം 100 രൂപയ്ക്ക് ഒരു പ്ലാന്റ് 100 രൂപ കേട്ടോ. അങ്ങനെ 200 രൂപയും ഷിപ്പിംഗ് ചാർജും ചേർത്തിട്ട് നമ്മുടെ ശാന്തി കൃഷ്ണ എന്ന് പറയുന്ന ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ അത്. പിന്നെ ഇത് വന്നിട്ട് വിങ്കയുടെ തന്നെ വെറൈറ്റി കളക്ഷൻസാണ്. ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പ്രവീണ പുള്ളിക്കാരിയുടെ നിന്ന് വാങ്ങിയ പ്ലാന്റാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പെറ്റൂണിയാണ് കേട്ടോ. പെറ്റൂണിയാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ എൻക്വയറി വരുന്ന പ്ലാന്റ്. അപ്പോൾ പെറ്റൂണിയുടെ സെയിൽ ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു വെറൈറ്റിക്കൊക്കെ സീഡ്സ് വരുന്നത് കുറവാണ് കേട്ടോ. സ്റ്റെം പ്രൊപ്പഗേഷനാണ് പോസിബിളായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് സ്റ്റെമ്മ് ഞാൻ അങ്ങനെ വയ്ക്കുന്നില്ല. പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്ക് മൂണാണ്. ഇതൊക്കെ നമ്മുടെ മില്യൺ ബെൽസിൻ്റെ പ്ലാന്റാണ് കേട്ടോ. രാവിലെ തന്നെ ഭയങ്കര ചൂട് വന്നപ്പോൾ പ്ലാന്റ്സ് എല്ലാം അങ്ങോട്ട് ഉഷാറൊക്കെ പോയി ഇങ്ങനെ വല്ലാണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ മില്യൺ ബെൽസ് ഹാങ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചൂട് കൂടിയപ്പോൾ ഒത്തിരിയും പ്ലാന്റ്സ് നമ്മുടെ മില്യൺ ബെൽസ് ഇല്ലാണ്ടായി പോയി കേട്ടോ. ഈ ഒരു മില്യൺ ബെൽസ് നമ്മുടെ പെറ്റൂണിയെ അപേക്ഷിച്ച് അത്രയും സെൻസിറ്റീവ് പ്ലാന്റ് അല്ലെങ്കിലും ഏറെക്കുറെ ഏകദേശം സിമിലറാണ് കേട്ടോ. നമുക്ക് വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല. എല്ലാവരും പറയും പിടിച്ച് കിട്ടുന്ന വെറൈറ്റി ആണെന്ന്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ, കുറച്ച് പാടുണ്ട്. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മൾ രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, അതിലെ പൂക്കളാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഇതാണ് കേട്ടോ. ഈ ക്യൂൺ ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം ഫേവറേറ്റ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പെറ്റൂണിയ, ഇതൊക്കെ നാടൻ പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ. എന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ പിങ്ക്, ഈ ഒരു വൈറ്റ് കളറൊക്കെ കേട്ടോ. നമുക്ക് എപ്പോൾ വേണോ അത് നമ്മുടെ കയ്യിൽ തന്നെ നിർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഈ റെഡ് വൈറ്റ് കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇത് വന്നിട്ട് മില്യൺ ബെൽസിൻ്റെ തന്നെ ഒരു വൈറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നൈറ്റ് സ്കൈയുടെ പ്ലാന്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ജെറേനിയം ആണ് കേട്ടോ.